ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വീഡിയോ വീണ്ടും വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. ക്ഷമ ചോദിക്കാൻ വേണ്ടി മാത്രം എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിനെനിക്ക് ഉത്തരവൊന്നുമില്ല. എൻ്റെ സൗണ്ടിൽ ചെറിയ പോരായ്മയുണ്ട്, കാരണം എനിക്ക് പനിയായിരുന്നു. അതിപ്പോഴും അങ്ങോട്ട് ശരിക്കും മാറിയിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ദയവായി വീണ്ടും ക്ഷമിക്കുക. സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു സിനിമയുടെ പേരാണ് സൊറേ, എ വൈഫ് ഫ്രം ദി ഫ്യൂച്ചർ. പല ട്രോളുകളിലായിട്ട് നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാകും. അതൊരു വലിയ സംഭവമാണോ എന്ന് ചോദിച്ചാൽ ഒരു വലിയ സംഭവമൊന്നുമല്ല, എന്നാൽ ഒരു വലിയ ഇമോഷണലി കണക്ട് ചെയ്യപ്പെടുന്ന ഒരു സയൻസ് ഫിക്ഷൻ ചിത്രമാണ്. സാധാരണ കണ്ടുവരുന്ന ചിത്രങ്ങൾ പോലെ ടൈം ലൂപ്പിൽ അകപ്പെട്ടു പോകുന്ന ഒരു നായകനും നായികയും അല്ലാതെ തന്റെ പ്രിയപ്പെട്ടവന് വേണ്ടിയിട്ട് റിസ്ക് എടുക്കുന്ന ഒരു ഭാര്യയുടെ കഥയാണ് എ വൈഫ് ഫ്രം ദി ഫ്യൂച്ചർ. കഥ തുടങ്ങുന്നത് ജൊനാഥൻ എന്നു പേരുള്ള ഒരു ഫോട്ടോഗ്രാഫറെയും കാണിച്ചുകൊണ്ടാണ്. അയാൾ ഇപ്പോൾ ഉള്ളത് അന്റാർട്ടിക്കയിലാണ്. അയാൾ ആ കപ്പലിൽ നിന്നിറങ്ങി തന്റെ കണ്ണിൽ പതിഞ്ഞ വിചിത്രമായതും സുന്ദരവുമായ പല ചിത്രങ്ങൾ അയാളുടെ പക്കലുണ്ടായിരുന്ന ആ ക്യാമറകളിലെല്ലാം പകർത്തി അയാൾ അവിടുന്നും തിരികെ താൻ താമസിച്ചിരുന്ന കൊറേഷ്യയിലേക്ക് തിരികെ വരികയാണ്. അവിടെ അയാളെ കാത്തിരിക്കുന്നത് അയാളുടെ കൂട്ടുകാരൻ കാർലോയാണ്. അവർ ഉറ്റ സുഹൃത്തുക്കളാണ്. ഇരുവരും സംസാരിക്കുന്നതിനിടയിൽ അന്ന് അയാളുടെ ജന്മദിനമാണ് എന്നുള്ള കാര്യം ജൊനാഥൻ വെളിപ്പെടുത്തുന്നു. അങ്ങനെ അതൊരു മദ്യപാനത്തിലേക്ക് പോവുകയാണ്. ആരോഗ്യകാര്യങ്ങളിലൊന്നും യാതൊരു ശ്രദ്ധയും ജൊനാഥനില്ല. താനെടുത്ത ഫോട്ടോയൊക്കെ കാർലോയെ കാണിക്കുമ്പോൾ കാർലോ പറയുന്നത്, എക്സിബിഷനൊക്കെ വെക്കാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ നീ അതൊരു തീമായിട്ട് തന്നെ എടുക്കണം. എന്നാലാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നവർക്കും സ്പോൺസർ ചെയ്യുന്നവർക്കും ഒക്കെ ഇതിനോടൊരു ആകർഷണം ഉണ്ടാകുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ അവനോട് പറഞ്ഞു കൊടുക്കുകയാണ്. കുറേയൊക്കെ അവൻ അത് കേൾക്കുന്നുമുണ്ട്. അങ്ങനെ ഇരുവരുടെയും പാർട്ടിയൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയ ജൊനാഥൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്റെ ബെഡിനരികില് ഒരു സ്ത്രീ ഇരിക്കുന്നു. ജൊനാഥൻ അവളോട് വളരെ ദേഷ്യപ്പെട്ട്, നീ ആരാണ്, എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവള്, എന്റെ പേര് സൊറേ എന്നാണ്, ഞാൻ നിന്റെ ഫ്യൂച്ചറിലെ ഭാര്യയാണ് എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അവന് ഇതൊരു വട്ടായിട്ടാണ് തോന്നുന്നത്. അവൻ പുറത്തിറങ്ങി കാർലോയെ ഫോൺ ചെയ്യും. നീ ആരെയെങ്കിലും എന്റെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടിരുന്നോ? ഞാൻ പെണ്ണ് വേണം നിന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അയാൾ കാർലോയുടെ അടുത്ത് തട്ടിക്കയറുകയാണ്. എന്നാൽ കാർലോ ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. അയാൾ അത് പറയുന്നുണ്ടെങ്കിലും ജോ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. അവൻ തിരികെ എത്തി ആ സ്ത്രീയുടെ അടുത്ത് തന്റെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുന്നു. അവൾ ഒരു ചെറു പുഞ്ചിരിയോടെ തലയാട്ടിക്കൊണ്ട് ആ മുറിയിൽ നിന്ന് ഇറങ്ങി താഴ്ത്തോട്ട് പോകുന്നു. അവൻ വളരെ ധൃതിപ്പെട്ട് ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അവൻ പടിയിറങ്ങി താഴ്ത്തോട്ട് വരാൻ തുടങ്ങുമ്പോൾ പടിയുടെ താഴെയിൽ നിന്ന് സൊറേ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ പേഴ്സും ഫോണും എടുക്കാൻ വേണ്ടി മറക്കണ്ട. അവൻ തന്റെ പേഴ്സും ഫോണും തന്റെ പോക്കറ്റിൽ തപ്പിയപ്പോൾ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇവളിതെങ്ങനെ മനസ്സിലാക്കി? അവനൊന്നും മനസ്സിലായില്ല. അവൻ അവിടെ നിന്നും ഇറങ്ങി നടന്നു. സൊറേയും അവന്റെ പിന്നാലെയുണ്ട്. അങ്ങനെ ധൃതിപ്പെട്ട് പോകുന്ന വഴിയില് സൊറേ വിളിച്ചു പറയുന്നുണ്ട്, നീ ഒന്ന് പതുക്കെ പോകൂ, നീ ഇപ്പൊ തന്നെ തട്ടി വീഴും. അങ്ങനെ പറഞ്ഞു തീർന്നതും കുറച്ച് പഴങ്ങളുമായിട്ട് വന്ന ഒരാള് ജൊനാഥനെ ഇടിച്ച് ഇരുവരും താഴെ വീഴുന്നു. അങ്ങനെ അയാളോട് സോറിയും പറഞ്ഞ് അവൻ വീണ്ടും ധൃതിപ്പെട്ട് നടക്കുകയാണ്. അങ്ങനെ ഒരു കഫയിലെത്തി. അവിടെ അവനെ കാത്ത് അവന്റെ കാമുകിയുണ്ട്. എൽസ എന്നാണ് അവളുടെ പേര്. എൽസയെ പറ്റി പറയാനാണെങ്കിൽ അവൾക്ക് ഇവന്റെ ഫോട്ടോഗ്രാഫി ഒന്നും അത്ര ഇഷ്ടമല്ല. അവനെ പറ്റി അവളുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും കൂടെ ഒരു റെസ്റ്റോറന്റ് ഇട്ട് കൊടുക്കാമെന്ന് അച്ഛൻ ഏറ്റിട്ടുണ്ട്. അങ്ങനെ റെസ്റ്റോറന്റ് വിട്ട് പുറത്തെവിടെയെങ്കിലും പോയി സെറ്റിൽഡ് ആവാനാണ് അവളുടെ പ്ലാൻ. എൽസ ഇച്ചിരി പൈസയുള്ള കൂട്ടത്തിലായതുകൊണ്ട് അവൾക്ക് ഇച്ചിരി ഭരണവും കൂടുതലാണ്. അത് ജൊനാഥന് അത്ര ഇഷ്ടമല്ല. എന്നാൽ അവൻ അത് തുറന്നു പറയുന്നുമില്ല. അവരിങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൊറേ അങ്ങോട്ട് കയറി വരുന്നു. അവന്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് വാശി പിടിക്കുന്നു. എൽസ ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ സൊറേ പറയും, ഞാൻ ജൊനാഥന്റെ ഭാര്യയാണ്, താൻ ജൊനാഥന്റെ കാമുകയാണ് എന്ന് പറയുമ്പോൾ അതിനെന്താ, നിങ്ങൾ താമസിക്കാതെ തന്നെ പിരിയും എന്ന് സൊറേ പറയും. അങ്ങനെ ജൊനാഥനും എൽസയുമായി ചെറിയ വാക്കുതർക്കമൊക്കെ ഉണ്ടാകും. അവസാനം ദേഷ്യപ്പെട്ട എൽസ ജൊനാഥന്റെ മുഖത്ത് വെള്ളവും ഒഴിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോകും. ജൊനാഥൻ എഴുന്നേറ്റ് അവളെ പുറകെ എത്താൻ വേണ്ടി തുടങ്ങുമ്പോൾ സൊറേ പറയും, ശ്രദ്ധിച്ചു പോകൂ, നീ ഇപ്പോഴും വീഴും. അവൻ ഇതൊന്നും കേൾക്കാതെ വീണ്ടും മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വെയിറ്ററുടെ മേത്തിടിച്ച് അവൻ വീണ്ടും താഴെ വീഴും. അങ്ങനെ അവിടുന്ന് ദേഷ്യപ്പെട്ട് അവൻ തിരികെ വീട്ടിലേക്ക് വരുന്നു. കൂടെ സൊറയുമുണ്ട്. അവനൊന്നും മിണ്ടാതെ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. അവൾ പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇടയ്ക്കൊക്കെ നോക്കുമ്പോൾ അവൾ അവിടെ തന്നെ നിൽക്കുന്നതായിട്ട് കാണാം. അവൻ അവളെ മൈൻഡ് ചെയ്യാതെ അന്ന് രാത്രി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ സൊറേ പുറത്ത് തണുത്ത് വിറച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അവനൊരു മനസ്താപം തോന്നി. അവൻ വീട്ടിൽ നിന്നും താഴെ ഇറങ്ങി വന്ന് അവളോട് കാര്യങ്ങൾ തിരക്കി. നീ എന്തിനാണ് വന്നത്? അവൾ പറഞ്ഞു, നിന്റെ ഭാവികാലം ശരിയാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എനിക്ക് വേണ്ടത് നിന്നെയാണ്. ജോയ്ക്ക് വീണ്ടും ഈ പെങ്കൊച്ച് തന്നോട് വട്ടു പറയുകയാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് അവളെയും കൂട്ടി ഒരു റെസ്റ്റോറന്റിലേക്ക് പോയി. ചെന്ന് കയറിയ ഉടനെ തന്നെ അവൻ ബിയറാണ് ആവശ്യപ്പെടുന്നത്. അത് കൊടുത്തുവിടാൻ പറഞ്ഞ് അവൻ ആ മേശയിൽ വന്നിരുന്നു. എന്നാൽ പുറകെ വന്ന സൊറേ
ബിയർ അയക്കണ്ട, പകരം ഭക്ഷണം അയക്കാൻ പറഞ്ഞിട്ടാണ് അവന്റെ അടുത്ത് വന്നിരുന്നത്. വെയിറ്റർ ഭക്ഷണം കൊണ്ടുവച്ചപ്പോ ആ കൂടെ മദ്യം ഉണ്ടായിരുന്നില്ല. അവൻ വീണ്ടും ചോദിച്ചു, എന്താണ് നിനക്ക് വേണ്ടത്? അവൾ വീണ്ടും പറഞ്ഞു, ഞാൻ നിന്റെ ഭാര്യയാണ്. ഞാൻ വന്നത് നിന്റെ ഭാവി ശരിയാക്കാൻ വേണ്ടിയാണ്, നിനക്കൊരു നല്ല കാലം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവന് വീണ്ടും ഇതൊരു ഭ്രാന്തമായ വാക്കുകളായാണ് തോന്നിയത്. അവൾ വീണ്ടും പറഞ്ഞു, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, നിന്നെപ്പറ്റി എല്ലാം എനിക്കറിയാം. അവൻ ഓരോന്നായി ചോദിച്ചു. അതിനെല്ലാം വളരെ വേഗം തന്നെ അവൾ മറുപടിയും കൊടുത്തു. അവൻ ഇതെല്ലാം കേട്ട് അന്താളിച്ചിരിക്കുകയാണ്. ഇതിലെന്തോ കഥയുണ്ടെന്നുള്ള കാര്യം അവൻ ഇപ്പോ തോന്നി തുടങ്ങി. അവൻ ഈ കാര്യങ്ങളെല്ലാം തന്റെ സുഹൃത്തായ കാർലോയെ പോയി കണ്ടു പറഞ്ഞു. അവൻ ഇതെല്ലാം കേട്ടിട്ട് ഇവൻ വെള്ളമടിച്ച് എന്തൊക്കെയോ പറയുന്നതായിട്ടാണ് അയാൾക്ക് തോന്നുന്നത്. ഭാവിയിൽ നിന്നൊരു ഭാര്യ അവനെ നന്നാക്കാൻ വേണ്ടി വന്നിരിക്കുന്നു പോലും അയാൾ വിശ്വസിച്ചില്ല. അവൻ തിരികെ വീട്ടിലെത്തിയപ്പോ ജോയ്ക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ കൊണ്ടുള്ള വിഭവവും റെഡിയാക്കി വെച്ചുകൊണ്ടാണ് സൊറേ ഇരിക്കുന്നത്. അവൾ ആ കാര്യം പറഞ്ഞപ്പോ അവനും വലിയ അത്ഭുതം തോന്നി. കാരണം തനിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ മറ്റാർക്കും അറിയത്തില്ല. അവനും പതിയെ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചു തുടങ്ങി. അവൾ അവനെ അവന്റെ ഫോട്ടോഗ്രാഫി മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ അടുത്ത ദിവസം ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിൽ അവൻ കാണിക്കാൻ പോകുന്നത് അന്റാർട്ടിക്കിന്റെ പടങ്ങളാണ്. എന്നാൽ അതിനു മുമ്പ് അവൻ എടുത്തതും എന്നാൽ മറന്നിരിക്കുന്നതുമായ വേറെ കുറച്ച് ചിത്രങ്ങളുണ്ട്. അതിന്റെ ഫ്രെയിം അടക്കം സൊറേ പറഞ്ഞു കൊടുത്തു. അത് അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതായിരിക്കും നീ കാണാൻ പോകുന്ന ആളിന് വളരെയധികം ഇഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത്. അവൻ ആ ഫിലിം എല്ലാം എടുത്ത് പരിശോധിച്ചു. അവൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വൃദ്ധയുടെ ചിത്രം അതിൽ വളരെ ശ്രദ്ധേയമാണ്. അവൻ ആ ഫോട്ടോയെല്ലാം അവൾ പറഞ്ഞതുപോലെ തന്നെ താൻ ഇന്റർവ്യൂവിൽ കാണിച്ചു. അയാൾക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇതുപോലുള്ള ചിത്രങ്ങൾ വേറെ ഉണ്ടെങ്കിൽ അതും ഉൾപ്പെടുത്തണം എന്ന് അവനോട് അയാൾ പറഞ്ഞു. അവനെല്ലാം ഒരു മായാജാലം പോലെയാണ് ഇപ്പൊ തോന്നുന്നത്. അവൾ സൊറയോട് കുറേശ്ശെ ഇഷ്ടം തോന്നി തുടങ്ങി. എങ്കിലും പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ അവര് തമ്മിലൊരു തീരുമാനത്തിലെത്തുന്നു. ഇനി മുന്നോട്ടുള്ള ജീവിതം സൊറേ പറയുന്നത് പോലെ ജോ കേൾക്കാമെന്ന് അവൻ സമ്മതിക്കുന്നു. അങ്ങനെ അവൾ ആദ്യം ചെയ്യുന്നത് അവന്റെ സിഗരറ്റും മദ്യക്കുപ്പികളുമെല്ലാം അവിടെ നിന്നും പാടെ ഒഴിവാക്കി. അവനെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കുകയാണ് അവൾ ആദ്യം ചെയ്തത്. മോചിപ്പിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല, മോചിപ്പിക്കാനുള്ള ശ്രമം. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങൾ സൊറയുടെ കൺട്രോളിലായി ജോനാഥൻ. അവൾ പറഞ്ഞ വ്യായാമങ്ങളും മറ്റച്ചടക്ക നടപടികളെല്ലാം അവൻ കേട്ടു. അങ്ങനെ അവർ തമ്മിൽ ഒരു ഇമോഷണലി കണക്ട് ആവാൻ തുടങ്ങി. അവൻ ഒരിക്കൽ ചോദിച്ചു, ഞാൻ എന്തു കണ്ടിട്ടാണ് നിന്നെ സ്നേഹിച്ച് വിവാഹം കഴിച്ചത്? അതിനവൾ മറുപടിയായി പറഞ്ഞത് ഇങ്ങനെയാണ്, നീ എന്നെ ഒരിക്കൽ സ്നേഹിച്ചു തുടങ്ങും. അങ്ങനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ എന്നെ ഓർത്ത് നീ ദുഃഖിക്കുകയും ചെയ്യും. എന്തോ ഒരു കാര്യം വെച്ചാണ് അവൾ പറഞ്ഞത് എന്ന് ജോനാഥന് മനസ്സിലായി. എന്നാലും കൂടുതൽ കാര്യമൊന്നും അവൻ ചോദിക്കാൻ പോയില്ല. അങ്ങനെ അവനെടുത്ത ആ ഫോട്ടോയെല്ലാം എക്സിബിഷനെ പ്രദർശിപ്പിച്ചു. അതിൽ മെയിനായിട്ട് മാറിയത് ആ മുത്തശ്ശിയുടെ ചിത്രമാണ്. സൊറേ പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് അവനെ ഇന്റർവ്യൂ ചെയ്ത ആള് വന്ന് അവന്റെ അടുത്ത് പറയും, അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇതുപോലുള്ള ഫോട്ടോസ് വേറെ ഉണ്ടെങ്കിൽ അത് പ്രദർശിപ്പിക്കാമെന്ന്, നിന്റെ കൈവശമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അന്റാർട്ടിക്കയിലുള്ള ചിത്രങ്ങളുടെ കാര്യം അയാളോട് പറയും. എന്നാൽ അയാൾക്ക് അത് ഇഷ്ടമാകുകയുമില്ല. ഇതും സൊറേ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ദിവസം ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി അവര് ഷോപ്പിൽ കയറി. അവള് ഡ്രസ്സ് ഇട്ട ശേഷം ജോനാഥനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ, നീ ഈ ഡ്രസ്സിൽ വളരെ സുന്ദരിയായിട്ടുണ്ട് എന്നവൻ പറയുന്നു. അവളുടെ ആ സൗന്ദര്യം കണ്ട് അവൻ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം അവൻ എന്തോ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ വന്ന അലമാരിയിൽ എന്തോ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ അത് തുറന്നു നോക്കരുതെന്ന് ജോനാഥൻ ആവശ്യപ്പെടുന്നു. അവൾ അത് കേൾക്കാതെ അത് തുറന്ന് അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവൻ അവളെ കടന്നു പിടിക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയൊക്കെയായി. എന്നാൽ ഇതൊരു തമാശ രൂപേണയാണ് നടക്കുന്നത്. അവൻ ഇക്കിളിയിട്ട് അവളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ അവസാനം അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ കവർ അവൻ വാങ്ങിച്ചെടുക്കും. എന്നാൽ അവര് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ജോനാഥൻ അവളെ ചുംബിക്കാൻ തുടങ്ങുമ്പോൾ അവൾ പറയും, നമ്മുടെ ആദ്യത്തെ സെക്സ് കല്യാണത്തിന് ശേഷമായിരുന്നു. അങ്ങനെ പറയുമ്പോഴേക്കും അവൻ അതിൽ നിന്ന് പിന്മാറും. അവൾ പറയും, നീ എനിക്കൊരു വാക്ക് തന്നിരുന്നു, നിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും. ഒരു റിലേഷൻഷിപ്പ് മാത്രമേ നിന്റെ ലൈഫിൽ ഉണ്ടാകുകയുള്ളൂ. എന്നെ നീ എന്ത് വില കൊടുത്തും പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നും നീ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്താൽ അത് തെറ്റൊന്നുമില്ല, കാരണം ഞാൻ ഓൾറെഡി നിന്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ ഭാര്യയാകാൻ പോകുന്നവൾ തന്നെയാണ്. അവനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. കാരണം ഇപ്പോൾ അവര് പഴയ പോലെയല്ല, വളരെ ക്ലോസ് ആയി കഴിഞ്ഞു. ജോനാഥൻ ഇപ്പോൾ സൊറയെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം അവളെ വിളിച്ച് അവൾക്കൊരു സർപ്രൈസ് കൊടുത്തു. അത് വേറെ മറ്റൊന്നും ആയിരുന്നില്ല, അവൻ അന്റാർട്ടിക്കയിൽ നിന്നെടുത്ത ചിത്രങ്ങളായിരുന്നു അവയെല്ലാം. അതെല്ലാം നോക്കി കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഏറെ ഇഷ്ടമായി. ജോനാഥൻ അവളോട് ചോദിച്ചു, ഞാൻ ഭാവിയിൽ ഒരു നല്ല ഫോട്ടോഗ്രാഫർ ആകുമോ, ഫേമസ് ആകുമോ, നിനക്ക് ഇതിനെപ്പറ്റി അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അതിനൊന്നും മറുപടി പറയുന്നില്ല. അങ്ങനെ മറ്റൊരു ദിവസം അവളെയും കൂട്ടി അവൻ മനോഹരമായ ഒരു തീരപ്രദേശത്തേക്ക് പോയി. അവിടുന്ന് കുറെ ഫോട്ടോകൾ എടുക്കുകയാണ് അവന്റെ ലക്ഷ്യം. അങ്ങനെ സമയങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു. ജോനാഥൻ ഭക്ഷണം പോലും കഴിക്കാതെ അവിടുത്തെ സൺസെറ്റും മറ്റു ഫോട്ടോകളെല്ലാം അവന്റെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. സൊറയ്ക്ക് ദേഷ്യം വന്നു തുടങ്ങി. നീ ഇങ്ങനെ രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാതിരുന്ന് ഫോട്ടോ എടുക്കാതെ നിന്റെ ഹെൽത്തും കൂടി നീ ശ്രദ്ധിക്കണം. അവൾ പലതവണ അവനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. എങ്കിലും ഒരു ഫോട്ടോ കൂടി എടുക്കണം, അത്
കഴിഞ്ഞ് ഞാൻ വരാമെന്നാണ് അവൻ പറയുന്നത്. അവസാനം അവൻ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ സൊറൈ താഴത്തോട്ട് ചെന്നു. അങ്ങനെ അവന്റെ ഫ്രെയിമിലേക്ക് അവൾ കയറി നിന്നപ്പോൾ അവന് തോന്നി എന്നാൽ അവളെ വെച്ചൊരു ചിത്രം എടുക്കാം. അങ്ങനെ സൊറയെ ആ ഫ്രെയിമിൽ നിർത്തി അവനൊരു ചിത്രവും എടുത്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അന്ന് വൈകിട്ട് കിടന്നുറങ്ങണ സമയത്ത് അവൻ സൊറയോട് ചോദിച്ചു, എനിക്ക് അടുത്ത ദിവസം വീണ്ടും ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിലൊരുപക്ഷെ ഞാൻ സെലക്ട് ആകുമോ അതോ റിജക്റ്റ് ആകുമോ? അവൾ ഒന്നും പറഞ്ഞില്ല. നീ ടെൻഷൻ അടിക്കാതെ കിടന്നുറങ്ങുക. ഉറക്കം വളരെ അനിവാര്യമാണ്. നീ ഹെൽത്തിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവനൊന്നും മിണ്ടാതെ കിടന്നു. കുറെ കഴിഞ്ഞപ്പോ സൊറയെ ഉറങ്ങിയെന്ന് മനസ്സിലാക്കി അവൻ പതിയെ എഴുന്നേറ്റു. എന്നിട്ട് അവൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ സിഗരറ്റും തപ്പിയെടുത്ത് കുറച്ച് ദൂരേക്ക് മാറി അവൻ അത് വലിക്കാൻ തുടങ്ങി. സൊറേ ഇത് കാണുന്നുണ്ടോ എന്ന് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ അവൾ വരുന്നില്ല എന്ന് അവൻ ഉറപ്പിച്ചു. എന്നിട്ട് അവൻ വീണ്ടും വലിക്കാൻ ആരംഭിച്ചു. പക്ഷേ സൊറ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൾ പുറകെ വന്ന് നിന്നിട്ട് പറഞ്ഞു, നീ ഇത് നിർത്ത്. നീ എന്നോട് പ്രോമിസ് ചെയ്തതാണ്. അവൻ പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടി. അവളുടെ കൺട്രോൾ പോയി. അവൾ പറഞ്ഞു, എത്ര തവണ നീ എനിക്ക് പ്രോമിസ് ചെയ്തു, പക്ഷെ എല്ലായ്പ്പോഴും നീ തെറ്റിച്ചു. വീണ്ടും നമുക്ക് ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. ഇതിപ്പോൾ എത്ര തവണയായെന്ന് നിനക്കറിയാമോ? അവൾ പറയുന്നതൊന്നും അവന് മനസ്സിലായില്ല. ഞാൻ ഒരു കാര്യം നിന്റെ അടുത്ത് പറയാം. നീ ഈ കണക്ക് പോയി കഴിഞ്ഞാൽ നിന്റെ ചേച്ചിയുടെ വിവാഹത്തിൽ വെച്ച് എന്നെ കണ്ടുമുട്ടുകയും എന്നെ പ്രണയിച്ച് വിവാഹം ചെയ്യുകയും ചെയ്യും. തുടർന്ന് 8 വർഷങ്ങൾക്ക് ശേഷം എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ മരിച്ചു പോകും. എനിക്ക് നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ ഇതെല്ലാം ഉപേക്ഷിച്ചേ പറ്റത്തുള്ളൂ. നിന്നെ തിരുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പക്ഷെ നീയാണെങ്കിലോ ഒരു റെസ്പോൺസിബിലിറ്റി പോലും ഇല്ലാതെ നീ വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ മൂക്കിൽ നിന്നും രക്തം പൊടിക്കുന്നത് അവൻ കാണുന്നത്. അവൾ അത് തുടച്ചു കഴിഞ്ഞു. അവളുടെ മുഖത്ത് മുഴുവൻ രക്തമായി. അവൾ കുഴഞ്ഞു വീണു. അവൾ പറഞ്ഞു, നമുക്ക് വീണ്ടും ഇനി ഒന്നേം തുടങ്ങാം. അവൾ മരിച്ചു. വീണ്ടും അവൾ ഉണരുന്നത് നമ്മൾ ആദ്യം കണ്ടതുപോലെ ആ നീല ഡ്രസ്സ് വിട്ട് ആ ബെഡിൽ അവന്റെ കൂടെയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് അവൻ ഉണരുമ്പോൾ വീണ്ടും സൊറയെ കാണുന്നു. എന്നാൽ ജോയ്ക്കിപ്പോ സൊറയെ ഓർമ്മയില്ല. അതായത് അതൊരു ടൈം ലൂപ്പിലേക്ക് വീണ്ടും പോയി. സാധാരണ സംഭവിക്കാറുള്ളത് പോലെയെല്ലാം അപ്പോഴും സംഭവിച്ചു. അവൻ കൂട്ടുകാരനെ വിളിച്ചു നോക്കി. അവൻ അംഗീകരിക്കുന്നില്ല. പിന്നീട് ആ റെസ്റ്റോറന്റിൽ പോയി. അവന്റെ കാമുകി അവനെ പിണങ്ങിപ്പോയി. അവൻ നടക്കാൻ ശ്രമിച്ചപ്പോ ആ വെയിറ്ററെ തട്ടി വീണു. അതെല്ലാം പഴയ പോലെ തന്നെ സംഭവിച്ചു. വീണ്ടും ഇവരൊന്നായി, സുഹൃത്തുക്കളായി. എന്നാൽ ഈ പ്രാവശ്യവും അവന്റെ ദുശീലത്തിൽ നിന്ന് അവനെ രക്ഷിക്കാനായിട്ട് അവൾക്ക് കഴിഞ്ഞില്ല. വീണ്ടും അവൾ ഇമോഷണലായി കഴിയുമ്പോൾ അവൾ മരണപ്പെടുകയാണ്. അങ്ങനെ ഓരോ സമയവും വീണ്ടും വീണ്ടും ടൈം ലൂപ്പായിട്ട് കടന്നു വന്നു. അവനെ നന്നാക്കാൻ വേണ്ടി അവൾ പല വഴികളും നോക്കി. എന്നാൽ അവസാനം അവൻ കൊടുത്ത വാക്കെല്ലാം തെറ്റിച്ചുകൊണ്ട് വീണ്ടും എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കും. അതായത് സിഗരറ്റ് വലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യും. അവൾക്കത് സഹിക്കാനേ പറ്റുന്നില്ല. അവസാനം അവനോട് പറഞ്ഞു, ഇത് ഞാൻ എത്ര തവണയാണ് നിന്നോട് പറയുന്നതെന്ന് നിനക്കറിയത്തില്ല. ഞാൻ പറഞ്ഞാലും നിനക്ക് മനസ്സിലാകുകയുമില്ല. അതിനൊരു മാർഗമേ ഉള്ളൂ. നിന്റെ ലൈഫിൽ നിന്ന് ഞാൻ ഒഴിവാകുക. അതല്ലാതെ വേറൊരു മാർഗവുമില്ല. എത്ര തവണ പുനർജനിച്ചാലും അവന്റെ ഭാര്യയായി തന്നെ ജീവിക്കണമെന്നാണ് അവൾ കരുതിയിരുന്നത്. എന്നാൽ അവളുടെ ആ തീരുമാനം അവൾക്ക് മാറ്റേണ്ടി വരുന്നു. അവൾ വീണ്ടും ഉണരുന്നു. ഇത്തവണ അവനെ ഉണർത്താതെ അവൾ സ്വയം അവന്റെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. അവൾ അവിടെ നിന്നും നടന്ന് പല സ്ഥലങ്ങളിലും ജോലി അന്വേഷിച്ചു. എന്നാൽ ഒരു സ്ഥലത്തും അവൾക്ക് ജോലി കിട്ടിയില്ല. അവസാനം ഒരു കടയിൽ അവൾ ജോലിക്ക് നോക്കുമ്പോൾ ആ കടയിലുള്ള ഒരാൾ പറയും, എന്റെ കടയിൽ തൽക്കാലത്തേക്ക് വേക്കൻസി ഒന്നുമില്ല. എന്നാൽ എനിക്ക് പരിചയമുള്ള ഒരു ട്രെയിലർ ഷോപ്പിൽ ഒരു ഫാഷൻ ഡിസൈനറിന്റെ ഒഴിവുണ്ട്. നീ ഒരു ഫാഷൻ ഡിസൈനർ ആണ് എന്നല്ലേ പറഞ്ഞത്? നിനക്ക് അവിടെ ജോലി ചെയ്യാമോ എന്ന് ചോദിക്കും. അങ്ങനെ ആ സ്ത്രീ അവളെയും കൊണ്ട് ഒരു ട്രെയിലർ ഷോപ്പിലെത്തും. അങ്ങനെ അവക്ക് അവിടെ ജോലിയും കിട്ടും. അവളുടെ കഴിവുകളിലെല്ലാം ആ കടയുടമയ്ക്ക് അതിശയമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ കടയിലേക്ക് എൽസയും ജോനാഥനും വരും. അവരെന്തോ വെഡ്ഡിങ്ങിനോ മറ്റോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ജോനാഥന് ഡ്രസ്സിന്റെ അളവെടുക്കാൻ വേണ്ടി അവളെ അയക്കും. ഇവര് തമ്മിൽ കാണുന്നുണ്ടെങ്കിലും ഇവർക്ക് തമ്മിൽ അറിയത്തില്ല. സോറയ്ക്കറിയാം, എന്നാൽ ജോനാഥൻ അറിയത്തില്ല. വളരെ മടിച്ചാണെങ്കിലും അവൾ ആ അളവെല്ലാം എഴുതിയെടുക്കും. അവന്റെ അടുത്ത് ചെല്ലുമ്പോഴൊക്കെ സോറയ്ക്ക് വളരെ അധികം സ്നേഹവും ഒക്കെ അവനോട് തോന്നുന്നുണ്ട്. എന്നാൽ അത് പ്രകടിപ്പിക്കാനോ അവനോടൊന്നും ചോദിക്കാനോ പറ്റിയല്ല. കാരണം ഇപ്പോൾ അവൾ അവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രമാണ്. ആ സ്വാതന്ത്ര്യം വിട്ട് മറ്റൊന്നും ചെയ്യാനായിട്ട് അവൾക്ക് കഴിയുന്നില്ല. അങ്ങനെ കുറെ കഴിഞ്ഞ് അവൾ തിരികെ വരുമ്പോൾ അവിടെ ഒരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കടയുടമ അങ്ങോട്ട് പോകണ്ട എന്ന് സൊറയോട് പറയും. എങ്കിലും അവര് പറയുന്നതൊക്കെ അവൾക്ക് കേൾക്കാം. എൽസയും ജോനാഥനും തമ്മിൽ വലിയ വഴക്കിലാണ്. എൽസയ്ക്ക് നമ്മൾ മുമ്പ് അറിഞ്ഞതുപോലെ തന്നെ ഒരു റെസ്റ്റോറന്റ് ഒക്കെ ഇട്ട് മാഡ്രിഡിൽ സെറ്റിൽഡ് ആവാനാണ് അവളുടെ പ്ലാൻ. എന്നാൽ ജോനാഥൻ അവളുടെ അച്ഛനെ പോയി കാണുകയോ ആ റെസ്റ്റോറന്റിനെ പറ്റി സംസാരിക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അവൻ ഫോട്ടോഗ്രാഫിയുമായി തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അത് എൽസയ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെ അവര് തമ്മിൽ വഴക്കായി അവസാനം അതൊരു ബ്രേക്കപ്പിലേക്ക് ചെല്ലുന്നു. അവൾ അവിടെ നിന്ന് വളരെ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകുന്നു. പുറകെ ജോനാഥനും. അവൾക്ക് ഇതൊക്കെ കണ്ടപ്പോൾ സങ്കടമായി. ആ കടയുടെ ഉടമ
അവളോട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അവൾ ഓർമ്മിച്ചു. അവൾ അയാളോട് ചോദിച്ചു, ഭൂതകാലത്തെയും വേദനയെയും കഴിഞ്ഞ കാര്യങ്ങളെ ഒന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലായിരുന്നു. എന്നാൽ ഒരു മനുഷ്യനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമോ? അവൾ അങ്ങനെ ചോദിച്ചു തീർന്നതും അവളുടെ ചോദ്യത്തിൽ എന്തോ ഉണ്ട് എന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ പറഞ്ഞു, ഭൂതകാലത്തെയും നമ്മുടെ വേദനകളെയും ഒന്നും നമുക്ക് തിരികെ ചെന്ന് മാറ്റാൻ കഴിയില്ല. എന്നാൽ ഒരു മനുഷ്യനെ മാറ്റാൻ കഴിയും, അതും സ്നേഹം കൊണ്ട് മാത്രം. നമ്മുടെ സ്നേഹം കൊണ്ട് ഒരുപക്ഷെ ഒരു മനുഷ്യൻ മാറിയേക്കാം, അയാളുടെ ശീലങ്ങൾ മാറിയേക്കാം, അയാളുടെ ജീവിതം തന്നെ ചിലപ്പോൾ മാറിയേക്കാം. അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. അവൾ ആ കടക്കാരനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ അവള് വീണ്ടും ആ ലൂപ്പിലേക്ക് എത്തുകയാണ്. താൻ ഒരുപാട് തവണ ഭൂതകാലത്തെ തിരുത്താൻ വേണ്ടി ശ്രമിച്ചു, എന്നാൽ അത് നടന്നില്ല. എന്നാൽ തന്റെ സ്നേഹം കൊണ്ട് ഒരുപക്ഷെ ജൊനാഥനെ തിരുത്താൻ കഴിഞ്ഞേക്കും. അവൾ ജൊനാഥനെ വിളിക്കാതെ ആ അലമാരിയുടെ അടുത്ത് ചെന്ന് അവൾ ലൂപ്പിൽ ആദ്യം കണ്ട ആ കവർ തുറന്നു നോക്കി. അതിൻ്റെ അകത്ത് മുഴുവൻ ജൊനാഥൻ അവന്റെ അച്ഛന് എഴുതിയ ചെറിയ ചെറിയ ലെറ്റർ ആയിരുന്നു. അത് ലെറ്റർ എന്ന് പറയാൻ പറ്റില്ല, അവൻ എടുത്ത നല്ല ഫോട്ടോകളുടെ പുറകിൽ അവന്റെ അച്ഛനായി അവൻ എഴുതിയ കുറെ കുറിപ്പുകൾ മാത്രം. അതെടുത്തെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ അച്ഛനും അവനുമായി എന്തോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. അതൊന്നും അവൻ അയച്ചിട്ടില്ല. മാത്രമല്ല അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം അവന്റെ വിഷമങ്ങളാണ്. താൻ ഇത്രയധികം ഈ ലൂപ്പിൽ വന്ന് കറങ്ങിയിട്ടും ഒരിക്കൽ പോലും ഈ കവർ തുറന്നു നോക്കാൻ തനിക്ക് തോന്നിയില്ലല്ലോ എന്നവൾ ചിന്തിച്ചു. ഒരുപക്ഷെ ഇതായിരിക്കാം അവനെ കൊണ്ട് ഈ മദ്യപാനത്തിലേക്കും മറ്റും നയിക്കുന്നത്. അവൻ വളരെ വിഷാദരോഗിയായിട്ട് ഇങ്ങനെ ഇരിക്കാൻ കാരണം ഒരുപക്ഷെ അവന്റെ അച്ഛനായിരിക്കാം. അവൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ജോനാഥൻ ഉണർന്നു. പതിപോലെ അവൻ ചോദിച്ചു, നീ ആരാണ്? അവൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു, ഞാൻ നിന്റെ വൈഫാണ്, ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണ്, നമുക്ക് നിന്റെ അച്ഛനുമായി സംസാരിക്കണം, എത്രയും പെട്ടെന്ന് പോകണം. പക്ഷേ അവളുടെ ആ വാക്കുകളൊന്നും അവന്റെ ചെവിയിൽ കയറിയില്ല. അവൻ അവളെ പോലീസിന് പിടിച്ചു കൊടുത്തു. വീണ്ടും പലപ്പോഴായി ആ ലൂപ്പിലേക്ക് അവളെത്തി. എന്നാൽ ഓരോ തവണയും അവളെ ഒഴിവാക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ തവണ അവൾ രണ്ടും കൽപ്പിച്ച് വീണ്ടും ലൂപ്പിലെത്തി. അവൻ ഉണർന്നു. പതിവ് പോലെ നടന്ന കാര്യങ്ങളെല്ലാം നടന്നു. എൽസയുമായി അവർ പിരിഞ്ഞു. ഇവര് തമ്മിൽ വീണ്ടും കണക്ഷനായി. സോറെ പറയുന്ന പോലെയെല്ലാം അവൻ ചെയ്യാൻ തുടങ്ങി. അവസാനം അവൻ ആ സ്മോക്ക് ചെയ്യുന്ന ദിവസം എത്തി. അവൻ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സോറെ അവന്റെ അടുത്ത് ചെന്നിട്ട് ആ സിഗരറ്റ് കറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നില്ല. പകരം വളരെ ഇമോഷണൽ ആയിട്ട് അവന്റെ അച്ഛനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമുക്ക് അച്ഛനെ പോയി ഒന്ന് കാണാം, ഒരുപക്ഷെ നിന്റെ പ്രശ്നങ്ങൾ അതുകൊണ്ട് അവസാനിക്കാം. അതല്ലാതെ നീ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നിന്റെ ബോഡിയും ഹെൽത്തും എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ കൂടെ ഒത്തിരി നാൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ എന്നെ നീ തനിച്ചാക്കിയിട്ട് 8 വർഷങ്ങൾക്കുള്ളിൽ നീ പോകും. അങ്ങനെയുള്ള ജീവിതമാണോ നിനക്ക് വേണ്ടത്? അതെയോ അച്ഛനോടെല്ലാം തുറന്നു പറഞ്ഞ് ഇതെല്ലാം അവസാനിപ്പിച്ച് നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാണോ വേണ്ടത്? ഏതാണെന്ന് നീ തിരഞ്ഞെടുക്കാൻ പറയും. ഇത് കേട്ടിട്ട് ജോനാഥൻ പറയും, നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല എന്റെ അച്ഛൻ. എന്റെ ചേച്ചിക്ക് 6 വയസ്സുള്ളപ്പോൾ എന്നെയും എന്റെ അമ്മയെയും ഉപേക്ഷിച്ച് മറ്റൊരാളെ തെരഞ്ഞെടുത്ത് ഞങ്ങളെ വിട്ടു പോയവനാണ് അയാൾ. വളരെ കഷ്ടപ്പെട്ടാണ് പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് ജീവിച്ചത്. ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങളുടെ കഷ്ടപ്പാടും അയാൾ അറിഞ്ഞില്ല. അയാൾക്ക് അതൊന്നും അറിയണ്ടായിരുന്നു. അയാൾക്ക് അയാളുടെ ജീവിതവും അയാളുടെ സന്തോഷവും മാത്രമായിരുന്നു വലുത്. ഞങ്ങളെപ്പറ്റി അയാൾ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. അങ്ങനെ ഒരാളെ ഞാൻ പോയി കാണണമെന്നാണോ നീ പറയുന്നത്? ഇത് കേട്ടതും സൊറയ്ക്ക് വീണ്ടും ദേഷ്യം വരും. സൊറ പറയും, നീയും അതുപോലെ തന്നെയല്ലേ? നിന്റെ സുഖവും നിന്റെ സന്തോഷവും മാത്രമല്ലേ നീ നോക്കുന്നുള്ളൂ? അങ്ങനെ നിനക്ക് വേണ്ടി, നിന്റെ സന്തോഷത്തിന് വേണ്ടി നീ കുടിക്കുന്നു, നീ വലിക്കുന്നു. നിനക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കുന്ന എന്നെ ഒഴിവാക്കി നീ മരണത്തിലേക്ക് പോകുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നീയും നിന്റെ അച്ഛനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അവൾ ഇങ്ങനെ പറഞ്ഞതും വളരെ ഇമോഷണലായി. നേരത്തെ സംഭവിക്കാറുള്ളത് പോലെ തന്നെ അവൾ മൂക്കിലൂടെ ബ്ലഡ് വന്ന് അവിടെ കുഴഞ്ഞു വീണ് മരിക്കുന്നു. വീണ്ടും ടൈം ലൂപ്പിലേക്ക് എത്തുന്നു. ഇത്തവണ അവൾ ഉണരുമ്പോൾ അവനെ ശല്യപ്പെടുത്താതെ അവൾ പോകുന്നത് അവന്റെ കൂട്ടുകാരന്റെ അടുത്തേക്കാണ്. അവിടെ ചെന്ന് അവളുടെ കാര്യങ്ങളെല്ലാം അയാളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ആദ്യമൊന്നും അയാൾക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ജൊനാഥനെ പറ്റി പറയുന്ന കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ടൈം ലൂപ്പില് ഇവൾ വന്നതാണെന്നുള്ള കാര്യം അയാൾ ഭാഗികമായി വിശ്വസിക്കുന്നു. അങ്ങനെ അയാൾ ജൊനാഥനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം സൊറയുടെ അടുത്ത് ഷെയർ ചെയ്യുകയാണ്. അവനോട് ദേഷ്യപ്പെടുന്നതൊന്നും അവന് ഇഷ്ടമല്ല. മാത്രമല്ല അവനെ ഫോഴ്സ് ചെയ്തും അവന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ സംസാരിക്കുന്നതും അവന് ഇഷ്ടമല്ല. ഒരു കാര്യം ആജ്ഞാപിച്ചുകൊണ്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാനും നമുക്ക് പറ്റത്തില്ല. വളരെ സ്നേഹത്തോടെ അനുനയിപ്പിച്ച് മാത്രമേ അവനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഒരു പ്രത്യേക തരം സ്വഭാവമാണ് അവൻ്റേത്. ഇത് കേട്ടതും സൊറയ്ക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. അവൾ അവിടുന്ന് വീണ്ടും ഒരു ടൈം ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇത്തവണ അവന്റെ അടുത്ത് വളരെ പക്വതയോടെ അവൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു. നമുക്കിങ്ങനെ പോയാൽ എങ്ങനെയാണ് പറ്റുക? അച്ഛനെ പോയി ഒന്ന് കാണണ്ടേ? അയാളൊരു നല്ലവനൊന്നും അല്ല
എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. എന്നാൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തെയും ഭാവിയെയും തന്നെയാണ് ദോഷമായിട്ട് ബാധിക്കുന്നത്. അതുകൊണ്ട് നീ ഒരുപക്ഷെ പോയി പറയുകയും അയാളോട് ക്ഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഭാരം കുറയും. അത് ഒരുപക്ഷെ നമുക്ക് ഒരു നല്ലതായി മാറിയേക്കാം. ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യുകയൊന്നുമില്ല. നിനക്ക് ഇഷ്ടമാണെങ്കിൽ പോകാം, അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കാം. ഇങ്ങനെ വളരെ അനുനയത്തിൽ പറഞ്ഞതുകൊണ്ട് ജൊനാഥന് അതങ്ങ് ബോധിച്ചു. അതായത് അവൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവന് തോന്നി. അങ്ങനെ പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും സൊറയുടെ വാക്കുകൾക്ക് അവൻ വില കൊടുത്തു. അങ്ങനെ അവര് അച്ഛന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അച്ഛനെ കാണുകയും മാപ്പ് പറയുകയും ഒക്കെയാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ അവര് പോകുന്ന വഴിയില് വളരെ ആസ്വദിച്ചാണ് പോകുന്നത്. അവരിപ്പോ തന്നെ കപ്പിൾ പോലെ ആയല്ലോ. യാത്രയിലൊക്കെ ആ ബസ്സിൽ അവന്റെ തോളിൽ തല വെച്ച് കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് പൂക്കളൊക്കെ വാങ്ങി ഒടുവിൽ അവര് അച്ഛന്റെ വീട്ടിലെത്തി. അവർ കോളിംഗ് ബെല്ലടിച്ച് ആരോ വന്ന് കതക് തുറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും പെട്ടെന്ന് അന്തരീക്ഷമാകെ മാറി. ഒരു റെഡ് കളർ അവിടെയെല്ലാം പ്രത്യക്ഷപ്പെടുന്നു. അപ്പോഴേക്കും സൊറെ മൂക്കിലൂടെ രക്തം വന്ന് പുറകോട്ട് കുഴഞ്ഞു വീണു. അവൻ കയറി പിടിച്ചു, എങ്കിലും അവൾ മരിച്ചു വീണു. വീണ്ടും ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ഈ അച്ഛന്റെ അടുത്ത് എത്താറാകുമ്പോഴേക്കും ആ ലൂപ്പ് അവസാനിക്കുകയാണ്. അവൾ മനസ്സിൽ പറഞ്ഞു, അയാൾക്ക് ഭ്രാന്താണ്. ആരെ ഉദ്ദേശിച്ചാണ് അവൾ ഇത് പറഞ്ഞത് എന്ന് അവനും അറിയത്തില്ല. അങ്ങനെ വീണ്ടും വീണ്ടും അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ജൊനാഥനെയും അച്ഛനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ ഇപ്പോഴും അവൾക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ടൈം ലൂപ്പിലെല്ലാം നമ്മൾ ആദ്യം കണ്ടതുപോലെ എല്ലാം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നാളത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഇവനെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കുന്നത്. ഒരു ടൈം ലൂപ്പിൽ ഉണർന്നു കഴിഞ്ഞ് ഉടനെ അവരിങ്ങോട്ട് വരുന്നതല്ല, അത്രയും ദിവസങ്ങൾ കഴിഞ്ഞാണ് വരുന്നത്. അപ്പോഴേക്കും ആ ലൂപ്പ് കുറഞ്ഞു വരികയാണ്. പിന്നീട് അവള് ഉണരുമ്പോ ജോയോട് പറയും, നിന്നെയും നിന്റെ അച്ഛനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചു. എന്നാൽ അതൊന്നും എനിക്ക് കഴിഞ്ഞില്ല. നിന്റെ ഭാവിയെ മാറ്റാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അതിനും എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഒരിക്കലും നീ എന്നെ മറക്കരുത് എന്ന് അവനോട് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് പ്രോമിസും വാങ്ങി അവൾ ആ ലൂപ്പിൽ നിന്നും മരിച്ചു വീഴും. അവനൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ പിന്നീട് ലൂപ്പിൽ നിന്ന് അവൾ ഉണരുമ്പോൾ അവൻ പതിവ് പോലെ ഞെട്ടി എഴുന്നേക്കുന്നു. അവൻ വീണ്ടും ചോദിക്കുന്നു, നീ ആരാണ്? എന്നാൽ അപ്പോഴേക്കും ലൂപ്പ് ചുരുങ്ങി ആ ലൂപ്പ് അവസാനിച്ചിരുന്നു. അവൾ അവിടെ തന്നെ വീണ്ടും മരിച്ചു വീണു. പിന്നീട് അവൻ ഉണരുന്നത് അന്റാർട്ടിക്കയിൽ തന്നെയാണ്. അവിടുന്ന് അവൻ തിരികെ വീട്ടിലെത്തി. എന്നാൽ ഈ പ്രാവശ്യം സൊറെ അവന്റെ കൂടെ ഇല്ലെങ്കിലും അവൻ എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അവന്റെ ചിന്തകളും പ്രവൃത്തികളും ഒന്നും പഴയ പോലെയല്ല. ലിസയുമായിട്ട് അവൻ സംസാരിക്കുന്നുണ്ടെങ്കിലും പഴയ പോലെയൊന്നുമല്ല അവന്റെ പെരുമാറ്റം. അത് എൽസ പറയുന്നുമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അവൻ വന്ന് വീണ്ടും കൂട്ടുകാരനെ കാണുമ്പോൾ അവൻ പറയുകയാണ്, ഞാൻ എൽസയുമായി ബ്രേക്കപ്പായി. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല. കാരണം അവളുടെ ചിന്താഗതിയും ആ ആഗ്രഹങ്ങളും എന്റെ ആഗ്രഹങ്ങളുമായി യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് അവൾ അവളുടെ ജീവിതം ജീവിക്കട്ടെ, ഞാൻ എന്റെ ജീവിതവും ജീവിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു ആശ്വാസം തോന്നുന്നു. മാത്രമല്ല ഞാൻ ആരെയൊക്കെയോ മിസ് ചെയ്യുന്നത് പോലെയും എനിക്ക് തോന്നുന്നുണ്ട്. എന്തൊക്കെയോ മാറ്റം എന്നിൽ നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നുമില്ല. അങ്ങനെ അവസാനം അച്ഛനെ കാണാൻ വേണ്ടി അവൻ തീരുമാനിക്കുന്നു. അച്ഛന്റെ വീട്ടിൽ പോയി കോളിംഗ് ബെൽ അടിച്ചു. വാതിൽ തുറന്ന് ഒരു ലേഡി വന്നു. ഇന്തോനേഷ്യയിൽ നിന്നുമാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. അവനെ ഇരുത്തി അയാളെ വിളിക്കാൻ വേണ്ടി ആ ലേഡി പോയി. അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ജനലിലൂടെ അവന്റെ അച്ഛനും അച്ഛന്റെ ഇപ്പോഴത്തെ മകനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞ് കളിച്ചു ചിരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കാണാം. അവൻ വന്നത് ഒരു അധികപ്പറ്റായി കാണും എന്ന് അവന് തോന്നി. മാത്രമല്ല അവര് വളരെ സന്തോഷത്തിലാണ്. അവരെ നിരാശപ്പെടുത്തുകയും അലോസരപ്പെടുത്തുകയും ചെയ്യണ്ട എന്നും അവൻ തീരുമാനിച്ചു. അവന്റെ കണ്ണുകൾ അവിടെ പരതിയപ്പോൾ അവന്റെയും അവന്റെ ചേച്ചിയുടെയും കൂടെ നിൽക്കുന്ന അച്ഛന്റെ ഫോട്ടോ അവിടെ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നത് അവൻ കണ്ടു. അയാൾ തങ്ങളെ ഓർക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു എങ്കിലും അയാളുടെ മനസ്സിലൊരു സ്ഥാനം അവർക്കുണ്ട് എന്നുള്ള കാര്യം അവന് മനസ്സിലായി. അവൻ അതിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് അതിന്റെ പുറകിൽ ഒരു കുറിപ്പും എഴുതി വെച്ച് അവിടെ നിന്നും പോയി. അച്ഛൻ വന്ന് നോക്കിയപ്പോൾ അവനെ കാണാനില്ല, പകരം ആ കുറിപ്പ് മാത്രം. ആരാ വന്നതെന്ന് അയാൾക്കും മനസ്സിലായില്ല. അയാൾ ആ കുറിപ്പ് വായിച്ചു നോക്കി. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, 6 വയസ്സിൽ എന്നെയും ചേച്ചിയെയും ഉപേക്ഷിച്ച് നിങ്ങൾ പോയി. എന്നാൽ ആ പ്രായം വരെ ഞങ്ങളെ നന്നായി തന്നെയാണ് നിങ്ങൾ നോക്കിയത്. ഞങ്ങൾക്കത് മതി. നിങ്ങൾ ഞങ്ങളോട് ചെയ്തത് വളരെ വലിയ തെറ്റ് തന്നെയാണ്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് ജോ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ആ പേപ്പർ മറിച്ചു നോക്കിയപ്പോൾ അത് ജോയും അയാളും നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അപ്പോഴേക്കും അയാൾക്ക് കാര്യം പിടികിട്ടി. അയാൾ പുറകെ വന്നു നോക്കിയെങ്കിലും അപ്പോഴേക്കും ജോയ് അവിടെ നിന്ന് പോയിരുന്നു. പിന്നീട് കാർലോയെ കാണാൻ വേണ്ടി അവൻ പോയി. നടന്ന കാര്യങ്ങളെല്ലാം കാർലോയോട് പറഞ്ഞു. എന്റെ മനസ്സ് വളരെ ഫ്രീ ആയ പോലെ തോന്നുന്നു. മാത്രമല്ല ഞാൻ മദ്യപാനവും മറ്റ് സിഗരറ്റ് വലികളെല്ലാം എന്റെ എല്ലാ ദുശീലങ്ങളും ഇന്നത്തോടു കൂടി നിർത്തുകയാണ് എന്നവൻ സ്വയം തീരുമാനമെടുത്തു. കാർലോയ്ക്ക് ഇതെല്ലാം കണ്ടപ്പോൾ വളരെ അത്ഭുതമായിട്ടാണ് തോന്നിയത്. ഒരാൾ ഒരു ദിവസം കൊണ്ട് എല്ലാ ദുശീലങ്ങളും ഉപേക്ഷിക്കുകയോ അയാൾക്ക് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ജോ ആ തീരുമാനം ദൃഢനിശ്ചയത്തോടു കൂടി എടുത്തതായിരുന്നു. ഒരുപക്ഷെ അവൻ എടുത്തതായിരിക്കാം, ഇല്ലേ അവനെ കൊണ്ട് മറ്റാരോ ചെയ്യിക്കുന്നതായിരിക്കാം. എന്നാൽ ഇപ്പോൾ നടക്കുന്നതെല്ലാം സൊറെ
ആഗ്രഹിച്ച പോലെ ഉള്ള ഒരു ജൊനാഥനാണ്. അവൻ ക്രൊയേഷ്യയിലേക്ക് വന്നത് തന്നെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ്. അച്ഛനെ കാണുകയും ചെയ്തു. അവന്റെ മനസ്സിലുണ്ടായിരുന്നത് പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവൻ ഇന്തോനേഷ്യക്ക് തിരികെ പോയി. അവിടെ രാവിലെ അമ്മയുടെ കൂടെ ജോഗിങ്ങിന് വന്നപ്പോ അമ്മ അവനോട് ചോദിച്ചു, എന്തു പറ്റി, നിനക്കിതൊന്നും പതിവില്ലാത്തതല്ലേ? ശരിക്കും ജോയിയുടെ ജീവിതം മുഴുവനായിട്ട് മാറിയിരിക്കുന്നു. അവനില്ലാത്ത ശീലങ്ങളെല്ലാം അവൻ തുടങ്ങി. അലങ്കോലമായി കിടന്ന അവന്റെ ജീവിതം ഇപ്പോ അച്ചടക്കമുള്ള ഒരു രീതിയിലേക്ക് മാറി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അവൻ ഫോട്ടോകൾ നോക്കുന്നതിനിടയിൽ ആ കടൽ തീരത്ത് വെച്ചെടുത്ത ഫോട്ടോ ഫ്രെയിമിൽ ഒരു ലേഡിയുടെ രൂപം. മാത്രമല്ല അതൊരു പ്രത്യേക രീതിയിൽ കളർ ഗ്രേഡ് ഒക്കെ ചെയ്ത പോലെ ഇരിക്കുന്നു. അതവൻ ചെയ്തതല്ല, എന്നാൽ അത് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്നുള്ള കാര്യം അവനും മനസ്സിലാകുന്നില്ല. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം അവൻ വീണ്ടും ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചു. ഈ പ്രാവശ്യം അവൻ സ്വയമാണ് അതെല്ലാം ചെയ്യുന്നത്. അപ്പോഴേക്കും അവൻ ഒരു നല്ല ഫോട്ടോഗ്രാഫറായി വളർന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ ആ ഫോട്ടോ എക്സിബിഷൻ നടക്കുന്നതിന്റെ ഇടയിലേക്ക് ഒരു ലേഡി വരുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ സൊറയാണ്. അവൾ അവിടെ വന്നതു മുതൽ എന്തോ ഒരു അസാധാരണമായ ഒരു അനുഭവം ജൊനാഥനുണ്ടാകുകയാണ്. അവൻ ആ ലേഡിയെ ശ്രദ്ധിച്ചു. അവൾ അതെല്ലാം വളരെ ആസ്വദിച്ച് നടക്കുകയാണ്. അങ്ങനെ ഓരോന്ന് മാറി മാറി ആ കടൽ തീരത്തെ ഫോട്ടോയുടെ അടുത്ത് അവളെത്തി. അതിലൂടെ അവളുടെ നിഴൽ മാറുമ്പോൾ അവളുടെ ആ നിഴലിന് എന്തോ ഒരു പ്രത്യേകത ഉള്ള പോലെ അവന് തോന്നി. അവൻ സംസാരിച്ചു നിന്നിരുന്ന ആളെ അവിടെ നിർത്തി അവളുടെ അടുത്തേക്ക് അവൻ ചെന്നു. ഇപ്പോഴവൾ നോക്കി നിൽക്കുന്നത് ആ കടൽ തീരത്തുള്ള ഫോട്ടോയെയാണ്. ജൊനാഥൻ അടുത്ത് വന്ന് അവൾ അതിനെ നോക്കി നിൽക്കുന്നതിന്റെ കാര്യം തിരക്കി. അവൾ ചോദിച്ചു, ഇതൊരു പക്ഷേ ഈ ഫോട്ടോഗ്രാഫർ എഡിറ്റ് ചെയ്തുണ്ടാക്കിയതായിരിക്കോ? ഇതിനെന്തോ ഒരു പ്രത്യേകത ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇത് റിയൽ ആയിട്ടുള്ളതാണോ അല്ലയോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നില്ല. അവൻ പറയും, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇതിനെന്തോ പ്രത്യേകതയുണ്ട്. അവൻ അതിനെപ്പറ്റി വിശദീകരിക്കും. ഞാൻ പലപ്പോഴും വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ആശ്വാസം തരാറുണ്ട് ഈ ചിത്രം. മാത്രമല്ല ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് ചിന്തകൾ എന്റെ മനസ്സിലൂടെ പോകാറുണ്ട്. ഒരു മനുഷ്യനെ നമുക്ക് തിരുത്താൻ കഴിയും, എന്നാൽ ഒരു സമയത്തെയോ സംഭവിച്ചു പോയൊരു കാര്യത്തെയോ നമുക്ക് തിരുത്താനായിട്ട് കഴിയുകയില്ല. അങ്ങനെ പല കാര്യങ്ങളും ഈ അന്റാർട്ടിക്കൻ വിസിറ്റിലുകൊണ്ട് എനിക്ക് മനസ്സിലായി. അങ്ങനെ അവന്റെ ജീവിതത്തിൽ ആ ഫോട്ടോഗ്രാഫിയിൽ നടന്ന കാര്യങ്ങളെല്ലാം അവളോട് വിശദീകരിച്ച് പറഞ്ഞു. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഈ ഫോട്ടോയെല്ലാം എടുത്തിരിക്കുന്നത് അയാളാണ്. അവൾ വളരെ വിനയത്തോടെ ചോദിച്ചു, അപ്പോൾ നിങ്ങളാണല്ലേ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത്? ഞാനതൊന്നും അറിയാതെ പറഞ്ഞെന്ന് മാത്രം. അവൻ പറഞ്ഞു, നീ വളരെ കൗതുകത്തോടു കൂടി എല്ലാ ഫോട്ടോയും വളരെ നിരീക്ഷിച്ചു നോക്കുന്ന കണ്ടപ്പോൾ എനിക്കും നിന്നോടൊരു കൗതുകം പോലെ തോന്നി. ഞാൻ ജൊനാഥൻ എന്ന് പറഞ്ഞ് അവൻ കൈ നീട്ടുന്നു. അവളും ഞാൻ സൊറേ എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ തൊട്ടു. സൊറേ ലൂപ്പിൽ വന്നതല്ല, അവളുടെ ഒറിജിനൽ വേർഷൻ തന്നെയാണിത്. ഇരുവരും കൈ കൊടുത്തതും അവരുടെ ഞരമ്പിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന പോലെ തോന്നി. അവർ ടൈം ലൂപ്പിലായതും അവർക്കുണ്ടായ പ്രണയബന്ധവും ഭാവിയിൽ സംഭവിച്ച കാര്യവും എല്ലാം അവരുടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു. ഇപ്പോഴിതാ ഒരു ഫ്ലാഷ് ബാക്ക് കൂടി കാണുകയാണ്. അതായത് സൊറേ അന്ന് അനുഭവിച്ച കാര്യം. തന്റെ ഹെൽത്ത് നോക്കാതെ ഹൃദയാഘാതം മൂലം മരണപ്പെട്ട ജൊനാഥനെ അവളുടെ മനസ്സിൽ നിന്ന് കളയാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഓരോ ദിവസവും അവനെ ഓർത്ത് വേദനപ്പെട്ട് അവന്റെ ഓർമ്മകളിലൂടെയാണ് അവൾ ജീവിച്ചത്. അങ്ങനെ അവൻ സഞ്ചരിച്ച എല്ലാ വഴികളിലൂടെയും സഞ്ചരിച്ചു. അവൻ ഫോട്ടോഗ്രാഫ് എടുത്ത ഓരോ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്തു. കാരണം അവിടെയെല്ലാം അവന്റെ ഒരു ഓർമ്മയുണ്ട്. അവൻ അവിടെയെല്ലാം പോയിട്ടുള്ളതാണ്. ആ ഓർമ്മകളിൽ ജീവിക്കാനായിരുന്നു സൊറേ തീരുമാനിച്ചിരുന്നത്. അങ്ങനെ അവസാനം അന്റാർട്ടിക്കയിലും എത്തി. അന്റാർട്ടിക്കയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക ടൈം സോൺ ഇല്ല. അതായത് ഇന്ത്യക്കാർ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യക്കാർ രീതിയിലാണ് സമയം. അമേരിക്കക്കാർ വരികയാണെങ്കിൽ അവരുടെ രീതിയിലും ഒരു പ്രത്യേക ടൈം സോൺ ഇല്ല. അങ്ങനെ ആ ഒരു ഏരിയയിൽ പെട്ടതുകൊണ്ടായിരിക്കാം അവിടെ ആ ഷിപ്പിൽ കിടന്നുറങ്ങിയ അവൾ എണീക്കുന്നത് പിറ്റേ ദിവസം ജൊനാഥന്റെ മുറിയിലാണ്. അതായത് അവർ രണ്ടുപേരും അന്റാർട്ടിക്കയിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ഒരു പ്രതിഭാസം കൊണ്ടായിരിക്കാം ഇവൾ ആ ടൈം ലൂപ്പിൽ പെട്ടത്. അങ്ങനെ ആദ്യം ടൈം ലൂപ്പിൽ പെട്ട് ഇവൾ എഴുന്നേൽക്കുമ്പോൾ ജൊനാഥനെ കണ്ട ഉടനെ അവൾ കെട്ടിപ്പിടിക്കുന്നു. നീ മരിച്ചു പോയെന്നാ ഞാൻ വിചാരിച്ചത്, നീ മരിച്ചില്ലല്ലേ? അവനെ കെട്ടിപ്പിടിച്ചവൾ കരഞ്ഞു. എന്നാൽ പ്രസന്റിലുള്ള ജൊനാഥന് അവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അത് പക്ഷേ വൈകിയാണ് സൊറേ മനസ്സിലാക്കിയത്. അപ്പോഴേക്കും ടൈം ലൂപ്പ് അവസാനിച്ചിരുന്നു. അതായത് അവന്റെ മരണത്തെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ അവൾ മരണപ്പെടും. കൂടാതെ ആ ടൈം ലൂപ്പിന്റെ സമയം അവസാനിച്ചാലും അവൾ മരണപ്പെടും. വീണ്ടും ലൂപ്പ് ആരംഭിക്കും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാണ് സൊറേ അവന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകളെല്ലാം തിരുത്തി അവനെ ഒരു നല്ല മനുഷ്യനാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവസാനം അവൾ പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റത്തില്ല. തന്റെ വാക്കുകളിലൂടെ തന്റെ സ്നേഹത്തിലൂടെ ജൊനാഥനെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റി. നമ്മുടെ എല്ലാം ഭാര്യമാരിങ്ങനെയായിരിക്കും. നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ. അല്ലാത്തവരുമുണ്ട്. അവരെ നമുക്കിതിലേക്ക് വലിച്ചിടണ്ട. അവരവരുടെ വഴിക്ക് പൊക്കോട്ടെ. നല്ലവരുടെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തായാലും എനിക്ക് പ്രസന്റിലും വൈഫില്ല, ഫ്യൂച്ചറിൽ ഉണ്ടാവുമെന്നും അറിയത്തില്ല. ഇതുവരെ ഫ്യൂച്ചറിൽ നിന്ന് ആരും വന്നിട്ടുമില്ല. അങ്ങനെ
പെണ്ണ് കിട്ടാതെ നടക്കുന്ന 90s-നെല്ലാം ഈ സിനിമയൊരു ആശ്വാസമായിരിക്കും. അതുകൊണ്ട് പെണ്ണ് കിട്ടാതെ നടക്കുന്ന നിങ്ങളുടെ 90s ചങ്കുകൾക്ക് ഈ സിനിമ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഫ്യൂച്ചറിൽ നിന്ന് വരുന്ന വൈഫിന്റെ സ്നേഹം അവരും അനുഭവിക്കട്ടെ. നിലവിലെ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ സിനിമ ഒരു പ്രചോദനമാകട്ടെ. അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണട്ടെ, എല്ലാവരും സന്തോഷിക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.